പറവൂർ മടപ്ലാതുരുത്ത് എം.ടി. ജൂസ സ്മാരക കാവ്യസായന സമിതി ഫ്രാൻസിസ് പാപ്പയ്ക്കായി കാവ്യാഞ്ജലി അർപ്പിച്ചു. സീന സോളമൻ്റെ പ്രാർത്ഥനയോടെ ചടങ്ങ് ആരംഭിച്ചു. അഡ്വക്കേറ്റ് വി.പി. പ്രേംലാൽ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ജിസ്മോൻ ഫ്രാൻസിസ് സ്വാഗതം ആശംസിച്ചു. ഫിലിപ്പ് ഒളാട്ടുപുറം, ജോജോ മനക്കിൽ, മുരളീധരൻ ആനപ്പുഴ എന്നിവർ സംസാരിച്ചു. ഫാദർ പോൾ മനക്കിൽ പാപ്പയുടെ ഛായാചിത്രത്തിന് മുന്നിൽ പുഷ്പാർച്ചനയും പ്രാർത്ഥനയും നടത്തി. സിപ്പി പള്ളിപ്പുറം, മേരി തോമസ് എന്നിവർ കവിതകൾ അവതരിപ്പിച്ചു. ഫ്രാൻസിസ് മാർപ്പാപ്പയോട് തിരഞ്ഞെടുക്കപ്പെട്ട സമയത്ത് അദ്ദേഹത്തോട് പറഞ്ഞത് ഇങ്ങനെയാണ്: പാവപ്പെട്ടവരെ മറക്കരുത്. അദ്ദേഹം പറഞ്ഞൊരിക്കലുമില്ല, ഞാൻ ഫ്രാൻസിസ് എന്ന പേര് സ്വീകരിക്കുന്നത് തന്നെ പാവപ്പെട്ടവരെ ഓർത്തുകൊണ്ടാണ്. എല്ലാം ഉണ്ടായിട്ടും എല്ലാം ഉപേക്ഷിച്ച വിശുദ്ധ ഫ്രാൻസിസ് അസീസിയുടെ നാമം സ്വീകരിച്ചുകൊണ്ട് ഫ്രാൻസിസ് മാർപ്പാപ്പ തൻ്റെ കർമ്മ പദത്തിലേക്ക് വന്നപ്പോൾ നമ്മളെല്ലാം വിചാരിച്ചു, പ്രായാധിക്യം നിറഞ്ഞ 75 വയസ്സിലാണ് മാർപ്പാപ്പ തിരഞ്ഞെടുക്കപ്പെടുന്നത്. ഇനി കാര്യമായിട്ടൊന്നും ചെയ്യുവാനുണ്ടാകില്ല. എന്നാൽ ലോകത്തെ ഞെട്ടിച്ചുകൊണ്ട് ലോകത്തിൻ്റെ എല്ലാ കാര്യങ്ങളിലും, എല്ലാ പ്രതിസന്ധികളിലും, എല്ലാ പ്രശ്നങ്ങളിലും, ദരിദ്രരുടെയും അതുപോലെ തന്നെ പ്രകൃതിയുടെയും എല്ലാ കാര്യങ്ങളിലും ഇടപെടുന്ന ഒരു മാർപ്പാപ്പ. ശാന്തിദൂത പ്രണാമം എന്നൊരു കുഞ്ഞു കവിതയാണ്. സ്വർഗത്തിലേക്ക് പറന്നു മറഞ്ഞിത വിശ്വൈക ശാന്തിതൻ വെൺപിറാവ്, എങ്ങും സമാധാന ദൂതുമായെത്തിയ സ്നേഹസ്വരൂപനാം പൂമ്പിറാവ്. സ്വർഗത്തിലേക്ക് പറന്നു മറഞ്ഞിത വിശ്വൈക ശാന്തിതൻ വെൺപിറാവ്, എങ്ങും സമാധാന ദൂതുമായെത്തിയ സ്നേഹസ്വരൂപനാം പൂമ്പിറാവ്. കാൽപന്ത് കളിയുടെ നാട്ടിൽ നിന്നല്ലയോ റോമിൽ അണഞ്ഞതി നല്ലിടയൻ. കാൽപന്ത് കളിയുടെ നാട്ടിൽ നിന്നല്ലയോ റോമിൽ അണഞ്ഞതി നല്ലിടയൻ. ആദരവോടെ പാപ്പയ്ക്ക്. ഹോർഹെ മാരിയോ ബെർഗോഗ്ലിയോ ഫ്രാൻസിസ് എന്ന പേര് സ്വീകരിച്ചാദ്യ മാർപ്പാപ്പയല്ലയോ. ഒരു വ്യാഴവട്ടക്കാലം പാപ്പയായി വിളങ്ങിയോൻ, നവീകരണത്തിൻ വക്താവായവൻ, പാരമ്പര്യങ്ങളെ വെല്ലുവിളിച്ചയാൾ, ആൾക്കൂട്ടത്തിൽ തനിയെയായിരുന്നയാൾ. ലാറ്റിൻ അമേരിക്കയിലെ ആദ്യ മാർപ്പാപ്പയായവൻ,